ഇംഗ്ലീഷ് ടിപ്സ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് ഇംഗ്ലീഷ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? SCERT ഇംഗ്ലീഷ് ആണ്. ഈ ചാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? SCERT ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് വൊക്കാബുലറി നോക്കാം. വൊക്കാബുലറിയിൽ ആദ്യം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഒറ്റപ്പദം. സി, a person who treats illness using homeopathic methods. കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നൈറ്റ് ആണ്. ഇപ്പം സമയം ഏതാണ്ട് 12-12:30 ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കാണും. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, എ പേഴ്സൺ ഹു ട്രീറ്റ്സ് ഇൽനസ് യൂസിങ് എ ഹോമിയോപ്പതിക് മെത്തേഡ്സ്. ഇപ്പോൾ ഹോമിയോപ്പതിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇൽനസ് ഭേദമാക്കുന്ന അല്ലെങ്കിൽ അസുഖം ട്രീറ്റ് ചെയ്യുന്ന വ്യക്തി, അതിന്റെ വൺ വേർഡ് ആണിത് ഹോമിയോപാത്ത്. ഓക്കെ, ഹോമിയോപാത്ത്, HOMEOPATH, ഹോമിയോപാത്ത്. നെക്സ്റ്റ്, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഓക്കെ, തികച്ചും സ്വകാര്യമായ സംഭാഷണങ്ങൾ എന്താണ്? സീക്രട്ട് ആയിട്ട്, രഹസ്യമായിട്ട് നിന്ന് ശ്രദ്ധിക്കുക. പച്ച മലയാളത്തിൽ നമ്മൾ പറയും ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എന്ന് പറയും അല്ലെ, ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു കേൾക്കുക എന്നൊക്കെ പറയും. അപ്പം അതിനെ വിളിക്കുന്നതാണ് എന്താ? ഈവ്സ് ഡ്രോപ്പ്. ഓക്കെ, ഈവ്സ് ഡ്രോപ്പ്, EAVESDROP, ഈവ്സ് ഡ്രോപ്പ്. നെക്സ്റ്റ്, എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു പ്രസ്താവന. അതിനെ എന്താ വിളിക്കുക? പ്രവചനം അല്ലെ, പ്രൊഫസി. ഇപ്പം ഈ മൂന്നെണ്ണമാണ് ഞാൻ പുസ്തകം നോക്കിയ സമയത്ത് എനിക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താനായിട്ടുള്ളത്. സോ അതുകൊണ്ട് ഈ മൂന്ന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ ഉൾപ്പെടുത്തി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വൊക്കാബുലറി പാർട്ടിലേക്ക് പോകാം. ബോർഡിൽ നോക്കുക, ഞാനിവിടെ എഴുതിയിരിക്കുന്ന ചില ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതായത് ആന്റണിംസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വേഗ്, PSC പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. വേഗിന്റെ ആന്റണിം ആണ് എന്തെന്ന് പറയുന്നത്? വിവിഡ് അല്ലെ. വേഗ് എന്താന്ന് നിങ്ങൾക്കറിയാം? നോട്ട് ക്ലിയർ, ദാറ്റ് മീൻസ് അവ്യക്തമായതാണ് എന്ത്? വേഗ് അല്ലെ. എനിക്ക് അതിനെപ്പറ്റി ഒരു വേഗ് ഐഡിയ ഉള്ളെന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള ഐഡിയേ ഉള്ളൂ. സോ അവ്യക്തം അല്ലെങ്കിൽ നോട്ട് ക്ലിയർ എന്നുള്ളതാണ് എന്ത്? വേഗ. വേഗിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വിവിഡ്. ഓക്കെ, PSC ചോദിച്ചിട്ടുണ്ട് നമ്മളോട് പലവട്ടം. നെക്സ്റ്റ്, വാക്സ്. വാക്സിന്റെ ഓപ്പോസിറ്റ് ആണ് വെയിൻ. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. വാക്സ് നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റേ മെഴുക് പറയത്തില്ലേ, നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. വെർബായിട്ട് വാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എൻലാർജ്, പെരുകുക, വലുതാവുക എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വാക്സിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? വെയിൻ, WANE, വെയിൻ. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, അബൻഡൻസ്. അബൻഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് സ്കേഴ്സ്. അബൻഡൻസ് നിങ്ങൾക്കറിയാം, ധാരാളം, എ ലോട്ട് ഓഫ് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ അബൻഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്ന സ്കേഴ്സ് പറയുന്നത്. ഈ അബൻഡൻസ് നമ്മളോട് സ്പെൽ ചെക്കിന്റെ ഭാഗമായിട്ടും ചോദിക്കാം. അതായത് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കും. അപ്പൊ അബൻഡൻസിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അബൻഡൻസിന്റെ സ്പെല്ലിംഗ് ആണെന്ത്? ABUNDANCE. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ABUNDANCE, അതാണ് എന്ത്? അബൻഡൻസ്. ഓക്കെ, ഇവിടെ ആണോ A ആണോ എന്നൊരു കൺഫ്യൂഷൻ വരുമല്ലോ, അതിപ്പോൾ ഒഴിവായല്ലോ. അബൻഡൻസ്, ABUNDANCE, അതാണെന്ത്? അബൻഡൻസ്. അപ്പൊ അബൻഡൻസിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? സ്കേഴ്സ്. നെക്സ്റ്റ് വേർഡ് കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫിഡൻസ്. ഇതും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം PSC ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ 4 വേർഡ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SCERT 10th സ്റ്റാൻഡേർഡിലെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതും പഠിച്ചു വെക്കുക. വേഗ, വിവിഡ്, വാക്സ്, വെയിൻ, അബൻഡൻസ്, സ്കേഴ്സ്, കോൺഫിഡൻസ്, ഡിഫിഡൻസ്. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഓപ്പോസിറ്റും ആണ്. അപ്പോൾ അതിങ്ങനെ നോക്കി വന്നപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയ ഒരു ടോപ്പിക്ക് കണ്ടു. അതായിരുന്നു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടി ഇന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലെ കുട്ടികളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന സെയിം സെന്റൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നവീൻ റോഡ് ദി ലെറ്റർ. ഓക്കെ, നവീൻ റോഡ് ദി ലെറ്റർ. നമുക്കറിയാം ആക്റ്റീവ് സെന്റൻസ് ആണ്. അതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. The letter was written by Naveen. നിങ്ങൾക്ക് ഇതിന്റെ റൂൾസ് അറിയാം. റൂൾസ് അറിയത്തില്ലാത്തവർ ലെറ്റ്സ് എഡ്യൂ ടിപ്സ് ജനറൽ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിന്റെ വീഡിയോസ് കാണും. അപ്പോൾ അവിടെ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. 4-5 എപ്പിസോഡുകളിലായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുവാണെങ്കിൽ റൂൾസ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ഇവിടെ നമുക്കറിയാം നവീൻ റോട്ട് ദ ലെറ്റർ എന്ന് പറയുന്ന റോട്ട് എന്താണ്? റോട്ട് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ആണ്. സോ വി യൂസ് ഹിയർ വാസ്, അല്ലേ? വാസ് പ്ലസ് V3 ഫോം. അപ്പം ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ നവീൻ എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് നോക്കി, ഹി വാഷസ് ദി ക്ലോത്ത്സ്. ദ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ബൈ ഹിം. ഇവിടെയും നമ്മൾ വെർബ് നോക്കി. വെർബ് എങ്ങനെയാണ് കിടക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് വേണം? ആം, ഈസ്, ആർ, അല്ലേ? പ്ലസ് V3, ഇവയിൽ ഏതെങ്കിലും പ്ലസ് V3 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഹി വാഷസ് ദി ക്ലോത്ത്സ്. ക്ലോത്ത്സ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ദ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ബൈ ഹിം. ഓക്കെ, ദ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ബൈ ഹിം. ഇതൊട്ടും അറിയത്തില്ലാത്തവരെ ലെച്ചു സെജു ടിപ്സ് എടുക്കുക. അതിൻ്റെ പ്ലേലിസ്റ്റിൽ ജനറൽ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആൻഡ് പോസിറ്റീവ് വോയിസ് കിട്ടും. നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് വന്ന് കാണുക. അറിയത്തില്ലാത്തവർ, അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഞാനിവിടെ 3 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്, അതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സി, വങ്ക ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. വങ്ക ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് നോക്കുക. ടെൻസ് നോക്കി ഈസ് റൈറ്റിംഗ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അല്ലേ? ഒബ്ജക്റ്റ് നോക്കുക, എ ലെറ്റർ ആണ്. സബ്ജക്റ്റ് വങ്കയാണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ റൂൾസ് അറിയാം. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിരിക്കും പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും പാസീവ് വോയിസിലെ സബ്ജക്റ്റ്, അല്ലെ? പിന്നെന്താ പറഞ്ഞത്? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിരിക്കും പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് വരുന്നത്. തിരിഞ്ഞു പോയോ? ഒന്നുകൂടി ഞാൻ പറയാം. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിരിക്കും പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവുന്നത്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇവിടെ സബ്ജക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസ് ആണ്. എ ലെറ്റർ എന്തായി? സബ്ജക്റ്റ് ആയി, അല്ലേ? എ ലെറ്റർ. ഇനിയാണ് ടെൻസ് ശ്രദ്ധിക്കേണ്ടത്. ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പം നമുക്കറിയാം എല്ലാ കണ്ടിന്യൂസ് ഫോമിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബീയിങ്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ലെറ്റർ എന്ന് പറയുന്ന സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിലറി വെർബ് ഈസ് യൂസ് ചെയ്തു. എ ലെറ്റർ ഈസ് ബീയിങ്, then V3 form of the verb written. A letter is being written by Vanka. Okay, a letter is being written by Vanka. Then next, Aliakin beats Vanka every day. Aliakin beats Vanka every day. ഇതിൽ നമുക്കറിയാം ബീറ്റ്സ് സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്നത്. സബ്ജക്റ്റ് അലിയാക്കാൻ, ഒബ്ജക്റ്റ് ആരാണ്? വങ്കയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി വങ്ക സിംഗുലർ ആണ്, ഈസ് യൂസ് ചെയ്തു. ടെൻസ് ഏതായിരുന്നു? സിമ്പിൾ പ്രസന്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് V3 ഫോം ഓഫ് ദി വെർബ് ബീറ്റ്, ബീറ്റൺ, ബീറ്റൺ, അല്ലേ? വങ്ക ഈസ് ബീറ്റൺ ബൈ അലിയ ഖാൻ എവറി ഡേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വങ്ക ഈസ് ബീറ്റൺ എവറി ഡേ ബൈ അലിയ ഖാൻ. അങ്ങനെ എഴുതിയാലും മതി. വങ്ക ഈസ് ബീറ്റൺ എവറി ഡേ ബൈ അലിയ ഖാൻ. ഓക്കെ, അലിയ ഖാൻ അല്ല, അലിയ ഖിൻ, സോറി, അലിയ ഖിൻ. Then next, grandfather would give the dog snuff. Grandfather would give the dog snuff. ഇതിനകത്ത് ഗ്രാൻഡ് ഫാദർ വുഡ് ഗീവ് ദ ഡോഗ്സ് സ്നഫ്. 2 ഒബ്ജക്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഞാൻ ഇത് എടുത്ത സമയത്ത് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ച് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ച് നമുക്കിവിടെ ആൻസർ ചെയ്യാം. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താ വരുന്നത്? വെർബിനോട് ചേർന്ന് നിൽക്കുന്ന ഒബ്ജക്റ്റ് ആണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഗ്രാൻഡ് ഫാദർ വുഡ് ഗീവ് ദ ഡോഗ്സ് സ്നഫ്. ദ ഡോഗ്സ് ആണ് വരുന്നത്. ദ ഡോഗ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ ആണ്, അല്ലേ? അതിപ്പോൾ നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി വുഡ് ഗീവ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ വുഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തേക്കണം? അതിനോടൊപ്പം ബിയും കൂടി ആഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ V3 ഫോം ഓഫ് ദി വെർബ്, അല്ലേ? ദ ഡോഗ്സ് വുഡ് ബി ഗിവൺ. എന്താ കൊടുത്തതാ? സ്നഫ്. ആരാ കൊടുത്തേ? ബൈ ഗ്രാൻഡ് ഫാദർ. By grandfather. Okay, the dogs would be given snuff by grandfather. Next question, Satish had brought a grand inkstand. Satish had brought a grand inkstand. നമ്മൾ ആദ്യം ടെൻസ് നോക്കി. ഹാഡ് ബ്രോട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബീൻ എന്നൊരു വേർഡ് കൂടി ആവശ്യമുണ്ട്, അല്ലേ? ദെൻ ഒബ്ജക്റ്റ് നോക്കി. സതീഷ് ഹാഡ് ബ്രോട്ട് വാട്ട്? എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്തായിരുന്നു? എ
ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് എന്നുള്ളതാണ് എന്താ ഒബ്ജക്റ്റ്. ഓക്കെ, എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് ഇതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടേ? ഹാഡ് അല്ലെ, ഹാഡ്, ദെൻ ബീൻ. V3 ഫോം എന്താണ്? ബ്രോട്ട് തന്നെയാണ്. ബ്രോട്ട് ബൈ ആരാ? സതീഷ് അല്ലെ. എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് ഹാഡ് ബീൻ ബ്രോട്ട് ബൈ സതീഷ് എന്നാണ് ആൻസർ. നെക്സ്റ്റ്, നീൽകണ്ഠ സ്റ്റോൾ ദ ഇങ്ക് സ്റ്റാൻഡ്. ഓക്കെ, നീൽകണ്ഠ സ്റ്റോൾ ദി ഇങ്ക് സ്റ്റാൻഡ്. ടെൻസ് നോക്കി, സ്റ്റോൾ V2 ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്താ? നീൽകണ്ഠ സ്റ്റോൾ വാട്ട്? ദ ഇങ്ക് സ്റ്റാൻഡ്. അപ്പൊ ഇത് ഇങ്ക് സ്റ്റാൻഡ് ആണ്, സബ്ജക്റ്റ്. നമുക്കറിയാം ഇതെന്താണ്? ഇത് സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, വാസ് യൂസ് ചെയ്യാം. ദ ഇങ്ക് സ്റ്റാൻഡ് വാസ്. ദെൻ V3 ഫോം ഓഫ് ദി വെർബ് സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ അല്ലെ, സ്റ്റോളൻ. The inkstand was stolen by Neelkantha. Okay, by Neelkantha. Then next okay, grandfather will save Vanka. Grandfather will save Vanka. Simple future ആണ്. അപ്പം will കണ്ടപ്പോൾ മനസ്സിലായി അതെന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇനി എന്താ വേണ്ടേ? ഒബ്ജക്റ്റ് വങ്കയാണ്. അപ്പം എന്താ എഴുതാം? വങ്ക വിൽ ബി save it. വങ്ക വിൽ ബി saved by എന്താണ്? ഗ്രാൻഡ്-ഫാദർ അല്ലേ. വങ്ക വിൽ ബി സേവ്ഡ് ബൈ ഗ്രാൻഡ്-ഫാദർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കാരണം അറിയാമല്ലോ സമയം ഒത്തിരി ലേറ്റ് ആയി. എനിക്കിപ്പം ഒന്നാമത് ടൈം നമുക്ക് കുറവാണ്. നമ്മളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ക്ലാസ്സുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഡിഗ്രി ലെവലും LDC മെയിൻസിൻ്റെ എല്ലാ സിലബസ് ഇങ്ങനെ കിടക്കുവാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നമ്മളത് കാര്യക്ഷമമായിട്ട് മുന്നോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പം ഇത് തൽക്കാലം ഞാനിവിടെ നിർത്തുവാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. പറ്റുമെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ 9ഉം 10ഉം 9ഉം 8ഉം 7ഉം ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തു വരുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ഒരു ബുക്കിലേക്ക് എഴുതി എടുത്തേക്കണം. അതുപോലെ തന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി എടുത്തേക്കണം. ചിലപ്പോൾ നമുക്കും ഇത് ആവശ്യം വരും. ഓക്കെ, ഇപ്പോൾ വൊക്കാബുലറിയും ഇനിയും നിങ്ങൾക്ക് തരാം. ഇന്നിപ്പോൾ വൊക്കാബുലറി പാർട്ട് നമ്മൾ ചെയ്തു വന്നപ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്നോർത്താണിത് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. നോട്ടൊക്കെ എഴുതിയെടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.